നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി ദേശീയ രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്ത ഒരു പേരാണ് ആം ആദ്മി, അരവിന്ദ് കെജ്രിവാൾ, AAP എന്നതൊക്കെ. എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി ഇനി എന്താകും ആം ആദ്മിയുടെ ഭാവി എന്നതാണ് വലിയ ചർച്ചയായി വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ആം ആദ്മിക്ക് വലിയൊരു സ്വീകാര്യത കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. വലിയൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ തക്ക രീതിയിലേക്ക് വളർന്നൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന തരത്തിലേക്കൊക്കെയായിരുന്നു ചിത്രീകരണം. എന്തായാലും ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി അക്കാര്യത്തിൽ ഏറെക്കുറെ ചില വീഴ്ചകളും കോട്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, അതിൻ്റെ അലയൊലികൾ അങ്ങ് പഞ്ചാബിലേക്കും ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് ആം ആദ്മിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ വർഗീസാണ്, രാഷ്ട്രീയ നിരീക്ഷകൻ. സ്വാഗതം ശ്രീ മോഹൻ വർഗീസ്. ആം ആദ്മിക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു പതിറ്റാണ്ട് മുൻപ് എഴുതി ചേർക്കപ്പെട്ട പേരാണ്. ഇന്ത്യ എഗനസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ സമരത്തിലേക്ക് വരികയും ആർക്കെതിരെയാണോ സമരം ചെയ്തത് അതേ പാർട്ടിയോടൊപ്പം ചേർന്ന് പിന്നീട് പല സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതൊക്കെ കണ്ടു. കോൺഗ്രസിനോടൊപ്പമാണ് ആം ആദ്മി പലയിടത്തും തോളോട് തോൾ ചേർന്നൊക്കെ നിന്നത്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി ഏറെക്കുറെ ആം ആദ്മിയുടെ കരുത്തൊക്കെ ചോർന്ന് ആ ഒരു പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരാൾക്കൂട്ടമായിരുന്ന പാർട്ടി അതേ രീതിയിൽ തന്നെ തകരുന്നൊരു കാഴ്ചയ്ക്കാണോ നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കേണ്ടത്? പ്രത്യയശാസ്ത്രമില്ലായ്മ ഒരു വശത്ത്, ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാനുള്ള കഴിവ് മറുവശത്ത്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഒരു അത്ഭുതമായിരുന്നു. ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ജനത ആഗ്രഹിച്ച ഒരു ബദലിൻ്റെ രാഷ്ട്രീയം, ആ ബദൽ രാഷ്ട്രീയം നൽകും എന്ന പ്രതീക്ഷയിൽ ആം ആദ്മി പാർട്ടിയിൽ ജനം ഇൻവെസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു അർബൻ മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സ് ലൈക്ക് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. സകല പ്രദേശത്തു നിന്നും കുടിയേറുന്ന ആളുകൾ ഡൽഹിയെ ഒരു മഹാനഗരമായി സൃഷ്ടിക്കുകയാണ്. അവിടെ തഴച്ചു വളരാൻ തക്ക ഒരു സിവിൽ സൊസൈറ്റി സ്പേസ് ഉണ്ട്. ആ സ്പേസ് പ്രയോജനപ്പെടുത്തി വളർന്നു വരികയും ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ, കൃത്യമായ പ്രത്യയശാസ്ത്രമില്ലാതെ ഫ്രീബി പോളിറ്റിക്സിലൂടെയും മറ്റു ചില അഴിമതി വിരുദ്ധതയുടെ മുഖംമൂടി അണിഞ്ഞും നിലനിന്ന ഒരു രാഷ്ട്രീയ കക്ഷി. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വത്വ രാഷ്ട്രീയം നിറഞ്ഞാടുന്ന ഇന്ത്യയിൽ ഒരു മഹാത്ഭുതമായിരുന്നു അത്. 2013 മുതൽ 12 നവംബറിൽ ഉരുവം കൊണ്ട ആ ഒരു ആശയം 2013 തിരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലുള്ള പ്രഭാവം ചെലുത്തി. കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കെജ്രിവാളിന് സാധിച്ചു. അതും ആരെ തള്ളിക്കളഞ്ഞോ ആ തള്ളിക്കളഞ്ഞവരുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു. അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെയും അതിൻ്റെ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും പ്രായോഗിക രാഷ്ട്രീയം അല്ലെങ്കിൽ മെയ്വഴക്കം പ്രകടമാകുന്നത്. ആദ്യം പറഞ്ഞു താൻ രാഷ്ട്രീയ ജീവിയല്ല, താൻ രാഷ്ട്രീയ ഇതരനാണ്, അരാഷ്ട്രീയവാദിയാണ്. പിന്നീട് പറഞ്ഞു ഞാൻ ഒരു അനാർക്കിസ്റ്റാണ്, നിങ്ങൾ എന്നെ അനാർക്കിസ്റ്റ് എന്ന് വിളിച്ചുകൊള്ളൂ. ഈ ഘടനകൾ തകർന്നു എങ്കിൽ മാത്രമേ പുതിയൊരു ഘടന കെട്ടിപ്പടുക്കാനാവൂ. ആ അർത്ഥത്തിൽ ഞാനൊരു അനാർക്കിസ്റ്റാണ്. പിന്നീട് പറയുന്നു കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പിന്നീട് അതേ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുകയാണ്. പിന്നീട് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ആം ആദ്മി പാർട്ടി BJPയുമായി ഒരു നീക്കുപോക്കുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധതയുടെ മുഖം മൂടി പിച്ച് ചീന്തിയത് BJP മാത്രമല്ല കോൺഗ്രസ് കൂടി ചേർന്നാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും പൂർണ്ണമായി ആം ആദ്മി പാർട്ടിയെ ഉൾക്കൊണ്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ നമ്പേഴ്സ് ഗെയിമാണല്ലോ ജനാധിപത്യം. ഈ നമ്പേഴ്സ് തികയ്ക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി 2024 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയോടും ആം ആദ്മി പാർട്ടിയുടെ ഫിലോസഫിയുമായിട്ട് ഒട്ടും ചേരാത്ത വലിയ അഴിമതി ഒക്കെ പശ്ചാത്തലമുള്ള പാർട്ടികളുമായും ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത കഥ. അതിനുശേഷം മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് പോലെ വീണ്ടും ആം ആദ്മി ഒറ്റയ്ക്ക് ഏകനായി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെയും അതിൻ്റെ നേതാവ് കെജ്രിവാളിനെയും ചരിത്രം വിലയിരുത്തുക എന്നതിൻ്റെ ഒരു തുടക്കമായിരിക്കും പക്ഷേ ഡൽഹിയിൽ വന്ന ഒരു പതനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പതനം കാര്യമായ ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്ത്യ മുഴുവൻ ആം ആദ്മി ഭരിക്കുമെന്ന പ്രതീതി ഒരു പക്ഷേ കേജ്രിവാളും തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ ജനത്തിന് തോന്നിയിട്ടില്ലായിരുന്നു. കേജ്രിവാളിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ഗോവയിലേക്കും ഗുജറാത്തിലേക്ക് കണ്ണെറിയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ, അങ്ങനെ ഒരു ദേശീയ കക്ഷിയാകാനുള്ള ആം ആദ്മിയുടെ മോഹം പൂവണിഞ്ഞു. ഗുജറാത്തിൽ 10% വോട്ട് ഷെയർ. പക്ഷേ ഗുജറാത്തിൽ ആ 10% വോട്ട് ഷെയറും 5 സീറ്റുമായി ആം ആദ്മി വരവറിയിച്ചു. കോൺഗ്രസിനെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്ന രീതിയിലേക്ക് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ചെറിയ പ്രസൻസ്, അതുപോലെ ഗോവയിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും
അട്ടിമറിച്ചുകൊണ്ട് ആം ആദ്മി ചെറിയ പ്രസൻസാണ്. അതിന് പണം ആവശ്യമായിരുന്നു. ആ പണം കടന്നു വന്നത് പരമ്പരാഗതമായി രാഷ്ട്രീയ കക്ഷികളെല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന അതേ മാർഗത്തിൽ പണം സ്വീകരിച്ചു കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും. അതിന് ചില നീക്കുപോക്കുകൾ വേണ്ടി വന്നിരിക്കാം. അതാണ് കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ അഴിമതി. അപ്പോൾ ഇതൊരു ഫുൾ സർക്കിളാണ്. ആം ആദ്മി പാർട്ടി ഹാസ് ടേൺഡ് എ ഫുൾ സർക്കിൾ. ഇനി ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് വീണ്ടും തുടങ്ങാനാവുമോ എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഈ നേരത്തെ സ്വപ്നതുല്യമായൊരു തുടക്കമാണ് ആം ആദ്മിക്ക് ലഭിച്ചത്. പെട്ടെന്ന് തന്നെ ഒരു വളർച്ചയുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ ആ ഒരു സ്വാഭാവികമായ കരുത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫലം കണ്ടതിൻ്റേതാകാമോ ഈ ഒരു പെട്ടെന്ന് ശിഥിലമായി പോകുന്നത്? മൂപ്പെത്താതെ പഴുക്കുക, അല്ലെ വിളയാതെ പഴുക്കുക, അല്ലെ ഞെക്കി പഴുപ്പിക്കുക, ഇതൊക്കെ പറയുന്നത് പോലെയാണ്. ഒരു രാഷ്ട്രീയ കക്ഷി സ്ഫുടം ചെയ്തെടുക്കപ്പെടേണ്ട ഒരു ആശയമാണ്, ഒന്നാന്തരം ആശയമാണ്. അഴിമതി വിരുദ്ധത ഒരു ആശയമാണ്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി പറയുന്ന ഒരു ദേശീയ പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം, ലാഭകരമായ വിദ്യാഭ്യാസം, വലിയ ചെലവില്ലാതെ യാത്ര, അതുപോലെ സുഭിക്ഷമായ രീതിയിൽ ആഹാരം, ആരോഗ്യം മുതലായവ സ്റ്റേറ്റ് ചെലവിൽ നൽകും എന്ന് പറയുമ്പോൾ എന്തിന് ജനം നിഷേധിക്കണം? അപ്പോൾ തീർച്ചയായും അത് വോട്ട് ക്യാച്ചിങ് ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ അത് മാത്രം മതിയാവുമോ? ഒരു പാർട്ടിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ അത് മാത്രം മതിയാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ആം ആദ്മിക്ക് ഒരു 10-12 വർഷത്തിനുള്ളിൽ, 13 വർഷം, 2012 ജനിച്ചു, ഇപ്പോൾ 2025 വരെ 13 വർഷത്തെ പ്രവർത്തന കാലത്തിൽ പോലും കൃത്യമായി തങ്ങൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ദേശീയതയെക്കുറിച്ച് കാഴ്ചപ്പാട് അത് മാറിയും തിരിഞ്ഞും പറയുന്ന കാര്യമാണ്. അഴിമതിയെക്കുറിച്ച് പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത്. മറ്റ് പാർട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത നിലപാട്. അപ്പോൾ എങ്ങനെ ജനം ആം ആദ്മിയെ പൂർണ്ണമായി വിശ്വസിക്കുമെന്ന ചോദ്യമുണ്ട്. പക്ഷെ ഇത് ഡൽഹി മാത്രമല്ല, പഞ്ചാബിലും ഇതിൻ്റെ അലവലുകൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും ആം ആദ്മി വലിയൊരു സ്കെയിലിലേക്ക് മാറുന്നു എന്ന തരത്തിലേക്കായിരുന്നു ചർച്ചകൾ വന്നത്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പഞ്ചാബിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. കോൺഗ്രസിൽ നിന്ന് പോയി മത്സരിച്ച് വിജയിച്ച ആളുകൾ പലരും മടങ്ങിയെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അവിടെയും ശിഥിലമാകുന്ന ചില മെസ്സേജുകളാണ് വരുന്നത്. 117 നിയമസഭാ മണ്ഡലങ്ങളുള്ള പഞ്ചാബിൽ 92 സീറ്റുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ വിജയമാണ് കൈവരിച്ചത്. ഭഗവത് സിംഗ് മാൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ഡൽഹിയുടെ യാഥാർത്ഥ്യങ്ങളുമായി വേറിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ്. ഡൽഹിയോട് അതിർത്തി പങ്കിടുന്നുവെങ്കിൽ പോലും പഞ്ചാബിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. പ്രധാനമെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ശൂന്യത. ഡൽഹി കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ്. BJPക്ക് ചില പോക്കറ്റുകളിൽ സ്വാധീനമുണ്ട്. BJPയുടെ ഒപ്പമുള്ള അകാലിദൾ, ശിരോമണി അകാലിദൾ പലവിധ പ്രതിസന്ധികളാൽ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് കോൺഗ്രസ് ഇതര, NDA ഇതര ഒരു സ്പേസ് പഞ്ചാബിലുണ്ടായിരുന്നു. ആ സ്പേസിലേക്ക് ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ സ്വാധീനത്തിൽ ഇറങ്ങി നിന്നു. അപ്പം പഞ്ചാബിൽ ഒരു പരിധിവരെ സ്വത്വ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം, അതുപോലെ തന്നെ കർഷക രാഷ്ട്രീയം എല്ലാം തന്നെ ആ പരിപ്പുകളാണ് അവിടെ വേകുന്നത്. പക്ഷേ ആം ആദ്മിയുടെ ഒരു കിറ്റിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഡൽഹി സ്വാധീനത്തിൽ ഇറ്റ് വാസ് എ വൺ ടൈം വണ്ടർ. പക്ഷേ ഡൽഹിയിൽ കേജ്രിവാളിന് കുറേയൊക്കെ ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കേജ്രിവാളിൻ്റെ 1-2 സർക്കാരുകളുടെ സമയത്ത്. പക്ഷേ കേജ്രിവാളിൻ്റെ 2020 മുതൽ 25 വരെയുള്ള സർക്കാർ ഒരു പരിധിവരെ നിരാശയാണ് സമ്മാനിച്ചത്. മാത്രമല്ല ഡൽഹി കോർപ്പറേഷൻ ഭരണം ആം ആദ്മി ഏറ്റെടുത്തപ്പോൾ അവിടെയും ഉദ്ദേശിച്ച പോലെ കോർപ്പറേഷൻ ഭരണം നടത്താൻ ആം ആദ്മി കഴിഞ്ഞില്ല. അപ്പോൾ ആം ആദ്മിയുടെ ഷീൻ അവിടെ ഇടിഞ്ഞു. പഞ്ചാബിൽ വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ഭഗവത് സിംഗ് മാൻ ഈ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പഞ്ചാബിൻ്റെ പ്രശ്നങ്ങൾ കമ്പൗണ്ട് ചെയ്യപ്പെടുകയാണ്. അതിൽ മനം മടുത്തിരിക്കുന്നു. ഭഗവത് സിംഗ് മാൻ്റെ രീതികളോട് വിയോജിപ്പുള്ള MLA-മാരുണ്ട്. അങ്ങനെ 30 MLA-മാർ ഒരു ചെറിയ ഗ്രൂപ്പായി, ഒരു കുറുമുന്നണിയായി പ്രവർത്തിച്ച് അവർ വിവിധ പാർട്ടികളുമായി ഡിസ്കഷൻ ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവേ പബ്ലിക് സ്പേസിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത് അവർ കോൺഗ്രസുമായി ഒരു ധാരണയിലായി എന്ന് അത് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഒരുപക്ഷെ BJPയുടെ നേതൃത്വവുമായും ഒരുപക്ഷെ ഇതേ MLA-മാർ. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന സൂചന ആം ആദ്മി പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഞങ്ങൾ വ്യത്യസ്തരാണ്, മറ്റ് പാർട്ടികളെ പോലെ അല്ല എന്ന് പറയാനുള്ള അവകാശമില്ല. കാരണം ഡൽഹിയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട
8 MLA-മാർ BJP-യിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആയാറാം ഗയാറാം പൊളിറ്റിക്സിൽ നിന്നും വിഭിന്നമായ സംശുദ്ധതയുടെ രാഷ്ട്രീയം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന കെജ്രിവാളിന്റെ ഉറപ്പ് കാറ്റിൽ പറഞ്ഞു. പഴയ ചാക്ക് പോലെയായി, ഉറപ്പിന്റെ ഉറപ്പ് മാതിരിയായി. കെജ്രിവാളിന്റെ ഉറപ്പ് പറഞ്ഞാൽ അത് പലതും പഴഞ്ചാക്ക് പോലെ ആകെ മാറണം. ആദ്യം പറഞ്ഞ പോലെ അഴിമതിക്കെതിരായ മുദ്രാവാക്യങ്ങൾ അത് അർത്ഥവത്തല്ല എന്ന് സ്വയം പ്രവൃത്തിയോട് തെളിയിച്ചു കഴിഞ്ഞു. 2, വലിയൊരു ആരോപണമാണ് ഈ വിദേശ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് പലതരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായത് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവിടേക്ക് വലിയ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ പണം എത്തുന്നു, അത് പല ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അഴിമതി മാത്രമല്ല, ഇത്തരം ചില കുരുക്കുകളിലേക്ക് കൂടി ആം ആദ്മി ചെന്ന് പെടുന്നു എന്നൊരു വസ്തുത കൂടിയില്ലേ? അതൊരു പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതാനാവില്ല. പക്ഷേ ഖലിസ്ഥാൻ വാദം പഞ്ചാബിൽ നിന്ന് തുടച്ചു നീക്കി കാലാകാലങ്ങളിൽ സർക്കാരുകൾ, BJP കോൺഗ്രസ് സർക്കാരുകൾക്ക് ഒരുപോലെ തന്നെ ഈ ഖലിസ്ഥാൻ വാദം ഒതുക്കുന്നതിൽ പങ്കുണ്ട്. പക്ഷെ ഇന്നും ഖലിസ്ഥാൻ എന്ന ആശയം കാനഡയുടെ മണ്ണിലും അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് രാജ്യങ്ങളിലും ചില ഇടങ്ങളിൽ സജീവമാണ്. ആ ഒരു ഖലിസ്ഥാൻ ആശയപരമായ ബന്ധമുള്ള പലരും ഇന്ത്യയിലെ പഞ്ചാബിലുണ്ട്. അത് ഇവിടെ നട്ട് നനച്ച് വീണ്ടും പുഷ്പിച്ചെടുക്കാനുള്ള ഒരു വഴിയായി അവരൊരു മുഖ്യധാര കക്ഷിയെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് കാൻഡിഡേറ്റാണ് ആം ആദ്മി എന്ന രീതിയിലാണ് റെറ്ററിക്ക് വരുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേശീയ സുരക്ഷ അട്ടിമറിക്കത്തക്ക രീതിയിൽ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ടോ, അതിൻ്റെ വിനിമയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആം ആദ്മി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് സംശയത്തിന് നിഴലിലായി. ആ ഒരു സംശയമുള്ളത് കൊണ്ടാണ് പഞ്ചാബ് വളരെ പ്രധാനം. കാരണം ഇവിടെ കർഷക പ്രക്ഷോഭത്തിന് പിന്നിൽ, അതുപോലെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, ഇതെല്ലാം തന്നെ പഞ്ചാബ്, ഡൽഹി, ഹരിയാന ആ മേഖലയാണ്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ആ മേഖലയെ എത്തിച്ചതിന് പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പങ്ക് എന്താ എന്നതാണ് ഇവിടെ വരുന്ന ചോദ്യം. അതുകൊണ്ടാണ് സംശയത്തിൻ്റെ മുന്നേ ഒരു പരിധിവരെ ആം ആദ്മിയിലേക്ക് കൂടി നീളുന്നത്. അതുകൊണ്ടാണ് ഇനി എന്തായിരിക്കും കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും ഭാവി? ഗെറ്റ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്നാണ് പറയുക. ഒരിക്കൽ കൂടി റീഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വലിയ ഒരു കവചമായിരുന്നു അഴിമതി വിരുദ്ധത, ഒരു ആർമറാണ്. ഇത് പൊഴിഞ്ഞു വീണു. അപ്പോൾ പിന്നെ പുതിയ ആർമർ ധരിക്കേണ്ടി വരും, പുതിയ മേലങ്കി. അണ്ണാ ഹസാരെ ആദ്യം തന്നെ തള്ളിപ്പറഞ്ഞു. അണ്ണാ ഹസാരയെ തള്ളിപ്പറഞ്ഞാണ് കെജ്രിവാൾ വേറൊരു മാർഗം. അണ്ണാ ഹസാരെ ആയിരുന്നല്ലോ അദ്ദേഹത്തിന് ആത്മീയ ഗുരു. ആ ഗുരു ആണ് അഴിമതി വിരുദ്ധതയ്ക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ, ഭരണം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പറയുന്നത് പ്രവർത്തിക്കാനൊക്കൂ എന്ന ഒരു സാമാന്യ യുക്തി, അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ യുക്തി മനസ്സോടുകൂടി അണ്ണാ ഹസാരെ അംഗീകരിച്ചു. അല്ല എങ്കിൽ അണ്ണാ ഹസാരെ വേറിട്ട വഴികൾ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നിലപാടിൽ ഉറച്ചു നിന്നു. കെജ്രിവാളിൻ്റെ പാട് ഒരുപാട് പേര്, അത് ഒരു ഡൽഹി പോലീസ് കമ്മീഷണർ ആയിരുന്ന ആളുകളെ, അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് വേണ്ട ഒരുപാട് പേര് ആം ആദ്മി പാർട്ടിയിൽ ആകൃഷ്ടരായി വന്നു, കേരളത്തിൽ ഉൾപ്പെടെ. പക്ഷേ അവരെല്ലാം തന്നെ 2-3 റൗണ്ടുകൾ വന്നപ്പോൾ കേജ്രിവാളിൻ്റെ അപ്രമാദിത്വം ഒരുപക്ഷെ ഇവർക്കാർക്കും സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആ ഒരു തരം മനസ്സിലായി മാറിയവരുണ്ട്, അപ്രായോഗികത മനസ്സിലായി മാറിയവരുണ്ട്. ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ ഒരിക്കലും ഉണ്ടാവില്ല, കേരളത്തിൽ ഉദ്ദേശിക്കുന്ന വളർച്ച ഉണ്ടാവില്ല എന്ന് കണ്ട് മാറിയവരുണ്ട്. അങ്ങനെ ഡൽഹിയിലെ ഒരു പ്രാദേശിക സംവിധാനമായി, ഒരുപക്ഷെ ഹരിയാന, പഞ്ചാബിലേക്ക് കൂടി എന്തെങ്കിലും വളർന്നു കയറാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഏറെക്കാലം ഇതുണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതൊരു ചോദ്യചിഹ്നമായി മാറി. ബിഗിനിങ് ഓഫ് ദി അൾട്ടിമേറ്റ് ഫാൾ എന്നതാണോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ചോദ്യം. കെജ്രിവാൾ എന്ന ഒരു അച്യുതനെ ചുറ്റിപ്പറ്റിയായിരുന്നു മുഴുവൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അതെ, മറ്റൊരു കരുത്തരായ നേതാവ് എന്ന് പറയാൻ ആരുമില്ല. ഉണ്ടായിരുന്നതൊക്കെ പലതരത്തിലുള്ള അഴിമതിക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള വീക്ക്നെസ്സിൽ പെട്ടുപോയ ആളുകളാണ്. അവരെയൊന്നും ഒരു ദേശീയ നേതൃത്വമായി ഉയർത്തിക്കാട്ടാൻ കഴിയില്ല. കെജ്രിവാൾ എന്ന ഒരു അച്യുതനെ ചുറ്റിപ്പറ്റിയായിരുന്നു മുഴുവൻ കറങ്ങിക്കൊണ്ടിരുന്നത്. മറ്റൊരു കരുത്തരായ നേതാവ് എന്ന് പറയാൻ ആരുമില്ല. ഉണ്ടായിരുന്നവരൊക്കെ പലതരത്തിലുള്ള അഴിമതിക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള വീക്ക്നെസ്സിന് പെട്ടുപോയ ആളുകളാണ്. അവരെയൊന്നും ഒരു ദേശീയ നേതൃത്വമായി ഉയർത്തിക്കാട്ടാൻ കഴിയില്ലായിരുന്നു. കെജ്രിവാൾ എന്ന ഒരൊറ്റ അച്യുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്ന പാർട്ടിയാണ്. കെജ്രിവാൾ വീണുപോയി. ഇനിയിപ്പോൾ പലരും ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായതുപോലെ തന്നെ പലരും പല സുരക്ഷിത താവളങ്ങളിലേക്കും ചേക്കേറി ഇതില്ലാതായി പോവുക എന്നൊരു സ്ഥിതിയിലേക്കാവും പോവുക. അതാണ് ആൾക്കൂട്ടത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. ആൾക്കൂട്ടം എപ്പോഴും ഗാൽവനൈസ് ചെയ്യപ്പെടും, ഒരു ഹീറോയെ എപ്പോഴും തിരക്കും. ഒരു ആൾക്കൂട്ടം എപ്പോഴും ഒരു അതിമാനുഷ ശക്തിയുള്ളൊരു ഹീറോയെ തിരക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹീറോ ഒരു ബിംബമായി
അരവിന്ദ് കെജ്രിവാൾ വരികയാണ്. അപ്പോൾ ഒരുപാട് പേര് ആകൃഷ്ടരായി. ഇപ്പോൾ കേരളത്തിൽ പോലും ഒരുപാട് പേര് ഈ 2010, 12, 13 ആ സമയങ്ങളിലൊക്കെ അണ്ണാ ഹസാരയുടെ പോരാട്ടത്തിൽ ആകൃഷ്ടരായി ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ തലയിൽ തൊപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു ആവേശമാണ്, ഒരു പുതുമയാണ്. പക്ഷേ ഇപ്പോൾ അത് ആ രീതിയിൽ അത്ര വിസിബിൾ അല്ല ആ പുതുമ. പക്ഷെ ഒരു ഭരണകൂടം എന്ന നിലയിൽ ഡൽഹിയിൽ പ്രഭാവം ചെലുത്തി അത് നിഷേധിക്കാനാവാത്ത ദേ ടച്ച്ഡ് ലൈഫ്സ് ഡയറക്ട്ലി. അതൊരു വസ്തുതയാണ്. പക്ഷേ അത് മാത്രം കൊണ്ട് പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാ പാർട്ടിയും, കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഫ്രീ ബി പൊളിറ്റിക്സിലേക്ക് നീങ്ങിയിരിക്കുന്നു. ദേ ആർ ഓൾ ഏബിൾ ടു ടച്ച് ദ ലൈഫ്സ് ഓഫ് കോമൺ മാൻ. സോ വാട്ട് ഈസ് ഡിഫറെൻറ്റ്, വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് ആം ആദ്മി പാർട്ടി? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം, ഉന്നത നേതൃത്വം, അത് അരവിന്ദ് കെജ്രിവാൾ എന്ന ന്യൂമറോ യൂനോ, മനീഷ് സിസോദി എന്ന രണ്ടാമൻ, അതുപോലെ സൗരഭ് ഭരദ്വാജ്, ഈ ആളുകളെല്ലാമാണ് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അകത്ത് പോയത്. അവരെ തെരഞ്ഞുപിടിച്ച്, സ്ഥാനാർത്ഥികളായ ആളുകളെ തെരഞ്ഞുപിടിച്ച് ജനം പരാജയപ്പെടുത്തുകയും കാര്യമായ അഴിമതിയുടെ കറ പുരളാത്ത അത്തിഷി മർലേന എന്ന മുഖ്യമന്ത്രിയെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് എ തിങ്കിങ് പബ്ലിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കേജ്രിവാളിനുള്ള വ്യക്തിപരമായ ഒരു സ്നബ്ബിങ് കൂടിയായിരുന്നു ജനവിധി. പാർട്ടിക്ക് മാത്രമല്ല, പാർട്ടിയുടെ 22 പേരെ ജയിപ്പിച്ചെടുക്കാൻ പറ്റി. തീരെ മോശമല്ലായിരുന്നു പാർട്ടിയുടെ പെർഫോമൻസ് എന്ന് നോക്കണം. 45 ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും 45% വോട്ട് ഷെയർ ആപ്പിനുണ്ടായിരുന്നു. 47% മാത്രമാണ് BJPക്കുള്ളത്. തമ്മിലുള്ള വ്യത്യാസം 2.5% താഴെയാണ്. അതിപ്പോഴും ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുത്ത ആളുകളെ, നേതാക്കന്മാരെ തോൽപ്പിച്ചത് വഴി ജനം ഒരു സന്ദേശം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.